പിൻവലിച്ചാൽ തീരുമോ പറഞ്ഞതിൻ്റെ ഫലമെന്നാണ് അടുത്തതായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ശ്രീ സി മനോജ് കുമാർ. ഈ നായയുടെ ഓരി എന്ന് പറയുന്നത് ഒഴിവാക്കി നിർത്തുക, രാഷ്ട്രീയ ഗൂഢാലോചനയും ഒഴിവാക്കി നിർത്തുക. ഇന്ന് എന്തായാലും മുഴുവൻ സമയവും മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ കൃത്രിമം മാധ്യമങ്ങൾ ഇന്ന് കാണിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളുണ്ട്. ശ്രീ സി മനോജ് കുമാർ ബാലകൃഷ്ണ പിള്ളയ്ക്ക് അദ്ദേഹം പറയുകയാണ്, ഈ പറഞ്ഞ സുന്നത്ത് ചെയ്ത കുട്ടികൾ ഇങ്ങനെ വീട്ടിന് മുന്നിലൂടെ ഓടി നടക്കുന്ന സ്ഥിതി ഉണ്ടാകരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചാൽ പിന്നെ മുസ്ലിം ആരാധനാലയങ്ങളിൽ അവിടുത്തെ സ്ത്രീകളെയും പ്രവേശിപ്പിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന്. അത് ഞാൻ ശ്രീ വേണു ഞാനൊരു കാര്യം അതുപോലെ തന്നെ IS പറ്റിയുള്ള അദ്ദേഹം പർവ്വതീകരിച്ചൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബിന്ദു എന്ന ആ സ്ത്രീക്കാണ്. അതിൻ്റെ അവകാശം. നിമിഷയ്ക്കായിരുന്നു അത് കിട്ടേണ്ടത്. ആ നിമിഷയെ പിടിച്ചുകൊണ്ട് തലയിറക്കുന്ന സംഘം പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു സെക്കുലർ നേതാവിൻ്റെ പദാവലി അല്ല. അത് ശരിയല്ല വേണു. ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലെ ഇപ്പോൾ ഞാൻ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ വന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ലീഗിനെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. കാരണം ലീഗൊക്കെ ഒരു വളരെ സെക്കുലർ സംവിധാനത്തിലുള്ള ഒരു പാർട്ടിയാണ്. അവരൊക്കെയാണ് ഇവിടുത്തെ മതസൗഹാർദ്ദം നിലനിർത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, അവരിതിനെ അനുകൂലിക്കുന്നുണ്ടോ ഈ സംവിധാനത്തെ? ഞാൻ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? ഞാൻ ചോദിക്കുന്നത്, ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഹിന്ദു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആരോ ആവട്ടെ, അയാൾക്ക് മുസ്ലിം എന്നുള്ളത് അവിടെ മാറ്റി നിർത്തും. അതിപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നതിനെ ന്യായീകരിക്കാൻ ഒരു മുസ്ലിം സംഘടനയ്ക്കും പറ്റില്ല, കേരളത്തിലെന്നല്ല ഒരിടത്തും പറ്റില്ല. ആ കുട്ടിയെ കൊണ്ടുപോയി, ആ കുട്ടി പറഞ്ഞു, ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞതിലെന്താ, ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവകാശിയായ ഒരു പെൺകുട്ടി. കേസുകൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന മനോജ്, ഇപ്പോൾ ഇന്നിപ്പോൾ പത്രങ്ങളിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഒരു അമ്മ പറയുകയാണ്, അവരുടെ മകളെ നിർബന്ധപൂർവ്വം മതം മാറ്റാൻ ശ്രമിച്ചു. പിന്നെന്താണ് സംഭവിച്ചത്? ഒരു പ്രത്യേക പോലീസ് സ്റ്റേഷനിലാണ് പരാതി വന്നത്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് ആ SIയുടെ മുൻകൈയിൽ ഈ കുട്ടിയെയും കുട്ടിയുടെ ഭർത്താവിനെയും ജ്യേഷ്ഠനെയും വിളിച്ചു വരുന്നു. ഈ അമ്മയും ഈ കുട്ടിയുടെ സഹോദരന്മാരും അവിടേക്ക് പോകുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. അവിടെ വെച്ച് ഈ കുട്ടി പറയുകയാണ്, ഞാൻ വിവാഹം കഴിച്ചു, ഞാൻ മഞ്ചേരിയിലേക്ക് വന്നത് എനിക്ക് ഇസ്ലാം മതം പഠിക്കുക എന്ന പ്രത്യേക താല്പര്യം കൊണ്ടാണ്. സംസാരിച്ചു, അമ്മയും മകളും പിരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ഉണ്ടാക്കിയ കഥയോ? ഈ നിമിഷയെ കൊണ്ടുപോയത് ഈ ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തുരങ്കം വെക്കാനാണ് എന്നൊക്കെ പറയുന്നതിലെ ന്യായം അങ്ങനെ പറഞ്ഞില്ല. ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തുരങ്കം വെക്കാന്നല്ല പറഞ്ഞ്, മറ്റ് സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഒരു സമുദായത്തിൻ്റെ ഒരു ചുറ്റ് ആ ഒരു മതിൽക്കെട്ടിനകത്ത് കാര്യങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ കുട്ടികളെ വളർത്തുമ്പോൾ നിങ്ങൾ കൊച്ചുപ്രായത്തിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കരുത്. ആ സമുദായത്തിൻ്റെ നമ്മുടെ ഒരു സമുദായത്തെ ഒന്നടങ്കം ശത്രുപക്ഷത്ത് നിർത്തുന്ന രൂപത്തിലേക്ക് പരിമിതപ്പെടുകയാണ്. ഒരു നിമിഷം ശ്രീ മൈനാജി, സുന്നത്ത് ചെയ്ത കുട്ടികൾ വീട്ടിന് മുന്നിലൂടെ ഓടി നടക്കുന്ന സ്ഥിതി ഉണ്ടാക്കരുത്. അതിന് ബാലകൃഷ്ണപിള്ള പറയുന്നത്, വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ പ്രണയിക്കപ്പെട്ട് വിവാഹിതരായി പോകുന്നു, കുട്ടികൾ ഉണ്ടാകുന്നു, പിന്നെ അവരെ പറഞ്ഞു വിടുകയാണ്. അവർക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല, കുട്ടിക്ക് അച്ഛൻ ആരാണ് എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. ഇത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തലയെറുക്കുന്ന സംഘം അല്ലെങ്കിൽ ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകും. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി ഓരോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബാലകൃഷ്ണപിള്ള പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഗൗരവതരമല്ലേ? വേണോ, ബാലകൃഷ്ണപിള്ള എന്ന നമ്മൾ കണ്ടിരുന്നൊരു വ്യക്തിത്വത്തിൽ നിന്നും നമ്മൾ കേരളം കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകളല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ ഇതൊക്കെ ഉണ്ട്. തലയറുക്കുന്ന സംഘങ്ങളും മുസ്ലിമുമായിട്ടൊരു ബന്ധമില്ല. അതേസമയം ഇസ്ലാം മതത്തിലേക്ക് ആരെങ്കിലും വരികയോ ഇസ്ലാം മതത്തിലേക്ക് ആരെങ്കിലും പോവുകയോ ചെയ്യുന്നതൊക്കെ ഒരു പുതിയ കാര്യങ്ങളുമല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ CPMൻ്റെ ഒരു നേതാവിൻ്റെ മരുമകൻ കല്യാണം കഴിച്ചത് ഒരു മുസ്ലിം പെൺകുട്ടിയെയാണ്. ആരെങ്കിലും ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ പോകുന്നുണ്ടോ? അവരുടെ അവകാശമാണത്. അവരുടെ അവകാശം, ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകാനുള്ള അവകാശമാണത്. അതുപോലെ ഏതെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വരുന്നു എന്നതും ഒരു വലിയ വിഷയമാക്കേണ്ടതില്ല. ഇസ്ലാം അല്ലാത്ത ആൾ ഇസ്ലാം മതത്തിലേക്ക് വരുന്നു, ഇസ്ലാം ആയ ആൾ ഇസ്ലാം മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകുന്നു. അതൊക്കെ ഇവിടെ സ്വാഭാവികമായി ധാരാളം സംഭവിക്കുന്നുണ്ട്. തലയറുക്കുന്ന സംഘം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് എനിക്കറിയില്ല. അത് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ, ഇസ്ലാം മതത്തിന്റെ പേരിൽ ഒരിക്കലും മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെയോ അല്ല. മുസ്ലിം ബഹുമാനപ്പെട്ട ബാലകൃഷ്ണപിള്ളക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ. ശരിയാണ്, ബാലകൃഷ്ണപിള്ള ആലോചിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണിത്. ഒരു നിമിഷം ശ്രീ മനോജ്,
ഇപ്പോൾ നാം പുതുതായി കേൾക്കുന്ന ഒരു വാർത്തയാണ് കാസർഗോഡ് സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നു. ഹനുമാൻ നഗർന്ന് ഒരു വിഭാഗം ഒരു സ്ഥലത്തിന് പേരിടുന്നു, മറുചേരിയിലുള്ളവർ മറ്റൊരു പേരിടുന്നു. ഇത് സംഘർഷത്തിലേക്ക് പോകാനുള്ള വഴി വയ്ക്കുന്നു. എന്നിട്ട് മുൻപുള്ളൊരു ഉദാഹരണം അതേ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഓർത്തെടുക്കുന്നു. അവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, അതിനൊരു പ്രത്യേക രൂപത്തിൽ ഒരു പേര് ആ സ്ഥലത്തുണ്ടായിരുന്നു. ആ സ്ഥലത്തെ ആ പേരൊരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റാൻ ഒരു വിഭാഗം ആലോചിച്ചു. അപ്പോൾ മുണ്ടശ്ശേരി മാഷാണെന്ന് തോന്നുന്നു, വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് വിദ്യാനഗർ എന്നൊരു പേര് അവിടെ ഇടുന്നു. ഇങ്ങനെയാണ് പൊതുപ്രവർത്തകൻ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത്. അതല്ലാതെ സുന്നത്ത് ചെയ്ത കുട്ടികൾ ഓടി നടക്കും, അത് പരിഹരിക്കണം, നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സമുദായത്തിൽ തന്നെ അച്ഛനമ്മമാർ പറയുന്ന കുട്ടികളെ തന്നെ വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നത് ബാലകൃഷ്ണപിള്ള പുറത്തു കാട്ടുന്ന പൈതൃകത്തിന് സ്വാഭാവികമായും അവകാശപ്പെടാൻ കഴിയുന്ന രൂപത്തിലുള്ള വാദഗതികളല്ല. അല്ല, ഒരിക്കലുമല്ല, അങ്ങനല്ല. അദ്ദേഹം പറഞ്ഞു വന്നത് ചില ഉദാഹരണങ്ങൾ, ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ അത് പത്തനാപുരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില കരയോഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എവിടെയാണ് എന്താണെന്നൊക്കെ പറയുന്നത് ഒരു മോശമായതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 2-3 പരാതികൾ NSSുമായി ബന്ധപ്പെട്ട് വന്നു. ആ സ്ത്രീകൾ തുറന്നു പറയൂ, ഏതാണ്ട് 12ഓളം കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക കരയോഗത്തിൽ പരാതി, ആ പരാതി ഉണ്ട്. കരയോഗമല്ല പരിഹരിക്കേണ്ടത്, പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൈവോഴ്സും കാര്യങ്ങളും ഒക്കെ ആയി. പക്ഷേ നിയമപരമായി അതിന് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 കുട്ടികളുള്ള ഒരു അമ്മ, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് 24 വയസ്സേ ഉള്ളൂ. ഇതുപോലുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകാതെ പെൺകുട്ടികൾ, അതിപ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ നായർ സമുദായത്തിൽപ്പെട്ട ഒരാൾ കല്യാണം കഴിക്കരുതെന്ന് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് സമുദായത്തിലേക്ക് പോകരുതെന്ന് അദ്ദേഹം ഇങ്ങനെ കല്യാണം കഴിക്കുന്നു, പിന്നീട് നിരുത്തരവാദപരമായി ഒഴിവാക്കി കളയുന്നു. ഇതൊരു പ്രശ്നമായി ബാലകൃഷ്ണപിള്ള പറയുകയാണ്. കാരണം ബാലകൃഷ്ണപിള്ളയെ ഏൽപ്പിച്ചത് ഈ 2 കരയോഗമാക്കുക എന്ന ചുമതല മാത്രമല്ല, അദ്ദേഹം അതേപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റാണ്. സ്വാഭാവികമായും അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ബിരുദനടക്കം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം, ഒന്ന് പ്രകോപിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പുറത്തെടുക്കുക എന്ന താല്പര്യപ്രകാരം. അതായത് എങ്ങനെയാകണം നമ്മുടെ കുടുംബജീവിതം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ്, ഒരുപാട് പള്ളി വരുന്നുണ്ടല്ലോ, ഒരുപാട് ക്ഷേത്രം അതിനനുസരിച്ച് വരുന്നില്ലല്ലോ, ഇങ്ങനെ ചോദ്യവും ഉത്തരവും ഒക്കെയായി പോവുകയായിരുന്നു ആ സംഭാഷണങ്ങൾ. ശ്രീ മൈലക്കാട് ഷാ അതിൽ പറയുന്നൊരു കാര്യമാണ്, അത് എന്തായാലും ബാലകൃഷ്ണപിള്ള കൃത്രിമമായി ഉണ്ടാക്കിയതല്ല. ഏത് ഭാഗത്താണ് ഈ സംഭവം? കരുനാഗപ്പള്ളി അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 12ഓളം കുടുംബങ്ങൾ ഇത്തരം പരാതികളുമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു ബാലകൃഷ്ണപിള്ള പറഞ്ഞ സന്ദർഭം മാറ്റിവെക്കുക, ആ പ്രശ്നം അവിടെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പരിശോധിക്കപ്പെടേണ്ടത്? ശ്രീ വേണു, അതായത് ഇപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള അരമണിക്കൂർ സംസാരിച്ച് അതാണ് ഇവിടെ പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം 1.5 മണിക്കൂർ സംസാരിച്ച കാര്യങ്ങൾ പുറത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ഈ കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളും മറ്റ് ക്രൈസ്തവരുമായൊക്കെ ഇവിടെ വർഗീയ വിഷം ചീറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ സംജാതമാകുമായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് അരമണിക്കൂർ അദ്ദേഹം സംസാരിച്ച ഭാഗങ്ങളെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് എനിക്ക് മുഖ്യമായും ഇതിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ഇത് 12 കുടുംബങ്ങളുടെ കാര്യം പറയുമ്പോൾ ആർ ബാലകൃഷ്ണപിള്ള വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സുന്നത്ത് ചെയ്യുന്ന കുട്ടികളെപ്പോലെ മുറ്റത്ത് ഓടി നടക്കരുത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ധ്വനി മറ്റൊന്നാണ്. കാരണം മുസ്ലിം യുവാവിന് മക്കൾ ഹിന്ദുക്കൾ ഉണ്ടാകരുതെന്നാണ് അതിൻ്റെ ധ്വനി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ പദപ്രയോഗം തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് തെറ്റും പറയുക, എന്നിട്ട് മാപ്പ് ചോദിക്കുന്ന ഒരു പ്രവണതയാണ് നാളിതുവരെയും അദ്ദേഹത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ശ്രീ വേണു, 1 മിനിറ്റ്, ഇവിടെ ശ്രീ മനോജ് ഒരു കാര്യം സൂചിപ്പിച്ചു, ദയവായി അതുകൂടി പറയാൻ എനിക്ക് അനുവദിക്കണം. ബാലകൃഷ്ണപിള്ള ജയലളിതയെ കാണാൻ പ്രിയപ്പെട്ട മാദിനിയുടെ ഭാര്യ സുഫിയ മാദിനെ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, മൈലക്കാട് ഷാ ഉണ്ടായിരുന്നു സുഫിയ മാദിനിയോടൊപ്പം. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ചെന്നാറൊക്കെ അന്ന് ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, വേറൊരു മന്ത്രി കൂടി ഉണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാനാണ് അടച്ചിട്ട റൂമിൽ ചർച്ച ചെയ്തത്. ഈ പാവപ്പെട്ട സുഫിയ മഅദനിയെയും അവരുടെ മകൻ അങ്ങനെ പറയരുത്, തെറ്റിദ്ധാരണാജനകമായി സംസാരിക്കരുത്. നമ്മൾ ഒരു വിഷയം വഷളാക്കാൻ വേണ്ടിയിട്ടല്ല ഈ ചർച്ച നടത്തുന്നത്. വിഷയം ഞാൻ ബാബുലേക്ക് വരാം. എനിക്ക് അടിയന്തരമായി ഒരു ഇടവേളയിലേക്ക് കൂടി പോകണം.
ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പിള്ളയുടെ പ്രസംഗം പുറത്തു വന്നതുപോലെ പള്ളി പ്രസംഗങ്ങൾ പുറത്തു വരുമോ? ഇടവേളയ്ക്ക് ശേഷം.